ഹായ് ഗായ്സ്, മൗനം സമ്മതം രണ്ടാം ഭാഗത്തിൻ്റെ 324ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കമൻറ്റും കൂടി ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ 324ാമത്തെ എപ്പിസോഡിനൊപ്പം തന്നെ 325ാമത്തെ എപ്പിസോഡ് കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തന്നുകൊണ്ട് തന്നെ 2 എപ്പിസോഡും ഒറ്റ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാണ്. അപ്പം നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നിരഞ്ജനെ ആശയാണ്. ആശ നിരഞ്ജനോട് പറയാണ്, ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങളുടെ ടീമിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം മകളും ഭാര്യയും മരുമകളും ഒക്കെ ഇപ്പോൾ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ യഥാർത്ഥ രൂപം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അധികം പേടിക്കൊന്നും വേണ്ട. ഇനി വൈകാതെ തന്നെ അശോകും പരതരും നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിൽ നിന്ന് അകലുന്നതാണെന്ന് പറയും. ഇത് പറഞ്ഞ ആശ അവിടുന്ന് പോയി കഴിയുമ്പോൾ നിരഞ്ജൻ ആലോചിക്കുകയാണ്. ആശ പറയുന്നൊക്കെ ഒരു ശരി തന്നെയാണ്. എല്ലാവരും എന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ആദ്യം അഞ്ജലി, പിന്നെ ജ്യോതി, ഇപ്പൊ സോജ. ഇതങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വഴി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിരഞ്ജൻ. പിന്നീട് കാണിക്കുന്നത് മാനസിയാണ്. മാനസിയെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഭരത് വരുന്നത്. മാനസി ഒരുപാട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്തോ മുഖത്ത് വല്ലാതെ ക്ഷീണം ഉണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ ഭരത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പം മാനസി പറയും, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നിങ്ങളതെല്ലാം ഇങ്ങനെ ടയർഡായിരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നില്ല എന്ന് പറയും. അപ്പോൾ ഭരത് അറിയില്ല, സാറില്ല, നീ പറഞ്ഞോ. അപ്പോൾ പിന്നെ മാനസി പറയാൻ തുടങ്ങുകയാണ്. സോജ ഇവിടെ വന്നിരുന്നു, അവളുടെ കൂടെ ആശയം ഉണ്ടായിരുന്നു. അവരെന്നെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് എന്താ മനസ്സിലാകാത്തത്, നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെന്ന്, പിന്നെ എന്തിനാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ പിന്നെയും ഭരതിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരത് ഓൾറെഡി അവിടെ അതെല്ലാം കേട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ കേൾക്കുക. ഭരതനാകെ ദേഷ്യം വന്നിട്ട് ഭരത് മതി, ഇതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറയണം, എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടുവന്നേരും എന്ന് പറയണം. അപ്പോൾ മനസ്സിൽ ഓക്കെ, നീ റെസ്റ്റ് എടുക്കും, ഞാനിപ്പോൾ കാപ്പി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഈട് വിഷമിച്ചിരിക്കുന്ന സോജയുടെ അടുത്തേക്ക് ആശയെ അമ്മ അങ്ങോട്ട് ചെല്ലുകയാണ്. ആശ ഒരുപാട് സമാധാനിപ്പിക്കും. നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ചേച്ചി ഇപ്പോൾ ഒരുപാട് സ്ട്രോങ് തന്നെയാണ്, ചേച്ചി ഒരിക്കലും പേടിക്കണ്ട, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ തിരിച്ചെടുക്കാൻ കഴിയും. ഭരതേട്ടനോട് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മാനസിയാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ആണ്, അവൾക്ക് ഭരതേട്ടനെ പറഞ്ഞ് തിരിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും എടുത്തിച്ചായിട്ട് തീരുമാനം എടുത്താൽ അത് കൊളാവത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങളും ചെയ്യണം. സോജയും പറയാണ്, അതെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, നമ്മൾ എന്തെങ്കിലും എടുത്തിച്ചായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഭരതേട്ടൻ പൂർണ്ണമായും മാനസിയുടെ ഭാഗത്താണ് നിൽക്കുക. അപ്പൊ അഞ്ജലിയും പറയുന്നുണ്ട്, അതെ നീ ഈ സമയത്ത് ഇങ്ങനെ വിഷമിച്ച് ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോജയെ ഒരുപാട് സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴാണ് ആശയ്ക്ക് പെട്ടെന്ന് ഒരു കോൾ വരുന്നത്. മുൻപൊരു സ്ഥലം നോക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അപ്പൊ അത് കാണാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പൊ ആശ പറയാൻ, ഇല്ല അതൊന്നും വേണ്ട, അതൊക്കെ ക്യാൻസൽ ചെയ്തേക്കാം, ഇനി എന്തായാലും എനിക്ക് അങ്ങനെ വന്ന് കാണാനൊന്നും പറ്റില്ല, എനിക്കിപ്പോൾ കുറച്ച് ഫാമിലി ആയിട്ട് കുറച്ച് തിരക്കിലാണെന്ന് പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അഞ്ജലി പറയും, എന്തിനാ ആശനെ അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊന്നും നീ നിന്റെ ജോലി കളയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നിന്റെ ജോലിയുടെ ഭാഗമായിട്ട് നിനക്ക് പോകേണ്ടതല്ലേ, അപ്പം നീ എന്തായാലും പോയിക്കോ, സോജ ഒറ്റയ്ക്കല്ല, അവൾക്ക് ഞാനില്ലേ, ഞാൻ അവളെ നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പം ആശ പറയും, ഇല്ല അമ്മേ, കുടുംബമാണ് ഏറ്റവും വലുത്, അത് കഴിഞ്ഞിട്ടേ ജോലിയുള്ളൂ എന്ന് പറയും. അപ്പം സോജയും പറയും, വേണ്ട ആശേ, നീ ആ കാരണം ഇങ്ങനെ ജോലി മുടക്കി കഴിഞ്ഞാൽ എനിക്കത് ഒരുപാട് വിഷമാവും, നീ പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഞാനും അമ്മയില്ലേ എന്ന് പറയാണ്. അങ്ങനെ ആശ ശരി എന്ന് പറഞ്ഞ് അഞ്ജലിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതുപോലത്തെ ഒരു അമ്മയെ കിട്ടിയത് നമ്മൾ ഭാഗ്യം ചെയ്യണമെന്ന് പറയും. അപ്പം അഞ്ജലി സോജയെ ആശയം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും, അതെ എനിക്ക് ഇതുപോലത്തെ മരുമക്കളെ കിട്ടിയത് ഞാൻ ഒരുപാട് ഭാഗ്യവതിയാണെന്ന് പറഞ്ഞ് അവരിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മനസ്സിൻ്റെ വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന അശോകിനെയാണ്. അപ്പം അങ്ങോട്ട് ഭരത് വരികയാണ്. നീ എന്താ ഇവിടെ? ചേട്ടാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നമുക്ക് ഒരു ഇട വരെ പോവാന്ന് പറഞ്ഞിട്ട് ഭരതിനെയും കൊണ്ട് അശോക് പോവാണ്. അങ്ങനെ കാറിലിരിക്കുമ്പോൾ അശോക് ഭരതനോട് ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഒരു മനുഷ്യന് 2 കടലിൽ ഒപ്പം നീന്തി പോകാൻ പറ്റില്ലല്ലോ, അവൻ മുങ്ങിപ്പോവും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ 2 സ്ത്രീകളുമായി എങ്ങനെയാണ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആവശ്യത്തിനധികം പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ ഇതും കൂടി ആവുമ്പോൾ അത് കാവ്യയെ ഒരുപാട് ബാധിക്കും. പോകെ പോകെ കാവ്യക്ക് ഭരതേട്ടിൽ നിന്ന് ഒരുപാട് അകലം വരും എന്ന് പറയാണ്. ഇപ്പൊ ഭരതും പറയാണ്, നിനക്ക് അറിയുന്നതല്ലേ, എനിക്ക് സോജയുമായിട്ടുള്ള വിവാഹം ആദ്യം താല്പര്യമില്ലായിരുന്നു, പക്ഷേ എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത് ചെയ്തു. 10 വർഷം ഞാൻ അവളെ സഹിച്ചാണ് നിന്നത്, എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വേണമെന്ന് വിചാരിച്ച് ആരെ വേദനിപ്പിക്കാൻ നോക്കിയതല്ല, മീഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിനെ കണ്ടുമുട്ടുന്നത്, പിന്നെ അവളുമായി അങ്ങനെ അറിയാതെ പ്രണയത്തിലായതാണ്. ഇപ്പോൾ നിന്റെയും ആശയുടെയും പ്രശ്നം നോക്കൂ, നിങ്ങൾ ഇപ്പോഴും പിരിഞ്ഞുകൊണ്ടല്ലേ കഴിയുന്നത്. അപ്പം അശോക് പറയും, പക്ഷേ അതും ഇത് ഒരുപാട് വ്യത്യാസമുണ്ട് ഭരതേട്ടാ, എന്തൊക്കെ ഞങ്ങൾ ചെയ്താലും ഞങ്ങൾക്കിടയിൽ ഒരുപാട് സ്നേഹമുണ്ട്, ഞാൻ ഇപ്പോഴും ആശയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ, പക്ഷെ ഞാനിതെല്ലാം ചെയ്യുന്നത് അച്ഛന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഭരത് പറയാണ്, മതി അശോക്, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട, നീ എന്നെ അവിടെ ഇറക്കി വിട്ടേക്ക്, ഞാൻ പോവാന്ന് പറയാണ്. അങ്ങനെ അശോക് ഒരു സ്ഥലത്ത് വണ്ടി കെടുത്താണ്. അങ്ങനെ ഭരത് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കാവ്യമോൾ ഇങ്ങനെ സോഫയിൽ ചാടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഭരത് അങ്ങോട്ട് വരുന്നത്.
എന്നിട്ട് പറയും അച്ഛൻ്റെ മോൾ എന്തിനാ അവിടെ ചാടി കളിക്കുന്നത്, അങ്ങനെ ചാടി കഴിഞ്ഞാൽ അവിടുന്ന് താഴെ വീഴില്ലെന്നും പറഞ്ഞിട്ട് കാവ്യനെ എടുക്കുകയാണ്. അപ്പൊ കാവ്യ ചോദിക്കുക, അച്ഛൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് പറയണം. അപ്പൊ വെറുതെ പറയും, ഇല്ല മോളെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്ന് പറയാണ്. അച്ഛൻ ഒരുപാട് സ്ഥലത്തേക്ക് മോളെ കറങ്ങാൻ വേണ്ടി കൊണ്ടുപോകാം, മോളെൻ്റെ കൂടെ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാവ്യ പറയാണ്, ഇല്ല അച്ഛാ ഞാനെങ്ങനെ വരിക, അമ്മ ഒരുപാട് കരയാണ്, എന്നോട് എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ ഒറ്റക്കാക്കി പോകാൻ പാടില്ലെന്ന്. അമ്മ ഇന്നലെ രാത്രിയും കുറേ കരഞ്ഞു എന്ന് പറയാണ്. എന്നാൽ മോൾ അച്ഛൻ്റെ കൂടെ വരണ്ട, അമ്മയുടെ കൂടെ തന്നെ ഇരിക്കണം. എൻ്റെ ഭരത് കാവ്യയുടെ അടുത്ത് കുറച്ച് പൈസ കൊടുക്കണം, എന്നാ മോളെ ഈ പൈസ കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കണം, അമ്മയോട് മോൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങിച്ചു തരാൻ പറയണം, പിന്നെ അമ്മക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അമ്മയോട് അത് വാങ്ങിച്ചോളം പറയണം എന്ന് പറയുമ്പോൾ കാവ്യ ചോദിക്കുകയാണ്, അല്ല അച്ഛാ വേറൊരു സ്ത്രീയുടെ കൂടെ പോകുന്നത് ഒരു ചീത്ത കാര്യമല്ലേ. ഇത് കേട്ട് ഭരതാപ ഷോക്കാവാണ്. അപ്പം ആശ ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്, കൂടെ നിരഞ്ജനം വരുന്നുണ്ട്. അപ്പോഴാണ് സോജ പറയുന്നത്, എന്തു പറ്റി ഭരത്, നിങ്ങൾക്കെന്താ നിങ്ങളുടെ മകളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനൊന്നും ഇല്ലേ. എന്നിട്ട് കാവ്യമോളെ ആ കയറിൻ്റെ ഉള്ളിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവളുടെ അടുത്തുള്ള പൈസ വാങ്ങിയിട്ട് ഭരതിൻ്റെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ പൈസ അല്ല വേണ്ടത്, എനിക്കും എൻ്റെ മോൾക്കും നിങ്ങളുടെ പൈസയുടെ ഒരു ആവശ്യമില്ല. ശരിയാണ്, നിങ്ങൾക്കറിയാം എനിക്ക് ഷോപ്പിംഗ് ചെയ്യുന്നത്, സാരി വാങ്ങുന്നത്, ഫാൻസി വാങ്ങുന്നത് ഇതെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഒരു പെണ്ണിൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞാണ്ട് അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ മകൾ ചോദിച്ചതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയുന്നോ അന്ന് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നാൽ മതി, അതുവരെ നിങ്ങൾ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്തേരേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഭരത് പറയണ, എന്തിനാ സോജ നീ എന്റെ മകളെ മുന്നിൽ ചെയ്യാനൊക്കെ പറയുന്നതെന്ന്. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാനും ഫുഡ് കഴിക്കാൻ പോകാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് അവർക്ക് അത് മാത്രമല്ല, അവരുടെ ഭർത്താവിന്റെ സ്നേഹം അവർക്ക് ഒരുപാട് അത്യാവശ്യമാണ്. ഒരാൾക്ക് വേദന കൊടുത്തിട്ട് പോകാൻ വളരെ സുഖമാണ്, പക്ഷെ അയാൾ ആ വേദന സഹിച്ച് നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് കാവ്യയെ എടുത്തോണ്ട് വാ മോളെ നമുക്ക് സ്കൂളിൽ പോവാന്ന് പറഞ്ഞിട്ട് കാവ്യയെ കൊണ്ടുപോവാണ്. അപ്പൊ ഭരതാണ് ഇങ്ങനെ ആകെ ഒരുമാതിരി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിരഞ്ജൻ അങ്ങോട്ട് ഇനി എന്തെങ്കിലും അലിവും തോന്നി ഇനി ഭരത് സോജയുടെ അടുത്തേക്ക് പോകുന്ന വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. നിരഞ്ജൻ പോയിട്ട് പറയും, നീ പുറത്തു പോയി എന്തൊക്കെ ചെയ്താലും അത് വീടിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പാടില്ലായിരുന്നു, അതാണ് നീ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞിട്ട് നിരഞ്ജൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഭരത് പറയുന്നത്, നിങ്ങൾ എൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുവരെ ഞാൻ എൻ്റെ തീരുമാനമെല്ലാം ഒറ്റയ്ക്ക് തന്നെ എടുത്തിരിക്കുന്നത്, അതിൽ നിന്നൊരു പ്രശ്നം പോൽ നിങ്ങൾക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഭരത് അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് കാലിന്തിയുടെ വീടാണ്. അജ് ചോദിക്കുകയാണ്, അല്ല അവൻ എവിടെ പോയി, എവിടേക്കെങ്കിലും പോയിരിക്കുകയാണോ, അല്ല ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് കാലിന്തി പറയുന്നത്, ഇല്ല അവന് മേലെ കിടന്ന് ഉറങ്ങുകയാണ്, അല്ല 9 മണിയായില്ലേ, എത്ര നേരത്തെ അവൻ എഴുന്നേറ്റ് വന്നിട്ടില്ലല്ലോ, അങ്ങനെ പോയാൽ ശരിയാവില്ല, അവനെ വിളിച്ചുണർത്തണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാൻ പോകുമ്പോഴാണ് ആശയുടെ അച്ഛൻ പറയുന്നത്, വേണ്ട നീ ഇപ്പം അവനെ പോയി വിളിക്കണ്ട. അപ്പൊ കാലന്തി പറയും, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അവനെ വിളിക്കുകയല്ല വേണ്ടത്, ഇത്രയും നേരം കിടന്ന് ഉറങ്ങാൻ പാടില്ല, ഇങ്ങനെ ഞാൻ ഉറങ്ങാൻ ആശയെ പോലും സമ്മതിച്ചിട്ടില്ല, നമുക്ക് അവനെ എങ്ങനെയും നേർവഴിക്ക് കൊണ്ടുവന്നല്ലേ പറ്റൂ, അതിന് ഇനി അവരും 6 മാസമേ ഉള്ളൂ. അപ്പൊ ആശയുടെ അച്ഛൻ പറയും, പക്ഷെ നീ ഇപ്പൊ നല്ലവർക്ക് അവനെ പോയി വിളിക്കാൻ ചെന്നാൽ അവൻ നീ പറഞ്ഞു പോലെ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, അവന്റെ വായിരിക്കുന്ന മൊത്തം നീ കേൾക്കേണ്ടി വരുന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല, അവന്റെ ഉറക്കം മതിയാവുമ്പോൾ അവൻ തന്നെ എഴുന്നേറ്റ് വന്നോളും, വെറുതെ രാവിലെ തന്നെ അവന്റെ മെക്കിട്ട് കയറാൻ പോയാൽ പിന്നെ അവന്റെ ദേഷ്യം കാണേണ്ടി വരും നമ്മൾ, എനിക്ക് ഓഫീസിൽ പോകണം, നീ എനിക്ക് വേണ്ടി ഭക്ഷണം എടുത്ത് വെക്ക് എന്ന് പറയാണ്. അപ്പൊ കാലന്തി അതുപോലെ ചെയ്യണം. പിന്നീട് കാണിക്കുന്നത് ആശയാണ്. ആശ പ്രൊജക്ടിന് വേണ്ടിയുള്ള ആ സ്ഥലം നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആശയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അയാളോട് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഓഫീസിലേക്ക് കൊടുത്തയച്ചാൽ മതി, എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അഡ്വാൻസ് ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ പറയാണ്, എന്നാൽ ശരി മാഡം ഇനി പോയിക്കോളൂ, കൂടുതൽ ഇവിടെ നിൽക്കേണ്ട, ഒരുപാട് ഇരുട്ടായാൽ പിന്നെ മഴയൊക്കെ പെയ്യും, പിന്നെ റോഡൊക്കെ വളരെ മോശമാണെന്ന് പറയാണ്. അപ്പോൾ ആശ ഓക്കെ താങ്ക് യു എന്നാൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയാണ്. പിന്നെ ആശയുടെ അച്ഛനെ വിളിക്കാൻ നിൽക്കുകയാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന അച്ഛനാണ്. അതുകൊണ്ട് തന്നെ അച്ഛനെ വിളിച്ചൊന്നുകൂടി ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ഛന് ഫോൺ ചെയ്യാണ്. അപ്പോഴാണെങ്കിൽ അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആശ വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലിരിക്കുന്നത് അൻകുഷാണെങ്കിൽ ഫോണിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ബോൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവറ്റങ്ങൾക്കാണെങ്കിൽ ഏത് നേരം പൂജയോട് പൂജ തന്നെ. ഒരു പൂജ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൂജ, അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പൂജ. എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന പറയാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ വരുന്നത്. അപ്പോൾ അൻകുഷ് ഒരുപാട് പറയുന്നുണ്ട് ഫോൺ എടുക്കാൻ. അവരാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അൻകുഷ് തന്നെ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. അതെ ആരാന്ന് വെച്ചാൽ വേഗം പറഞ്ഞിട്ട് വെക്കാൻ നോക്കുന്നു പറഞ്ഞ് ഫോൺ എടുക്കും. അപ്പൊ ആശയാണ് ഈ സൗണ്ട് അത് അത്ഭുതപ്പെടുകയാണ്. അല്ല നിങ്ങൾ ആരാന്ന് പറയാണ്. അപ്പൊ അൻകുഷ് പറയും, ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ആരാന്ന് ചോദിക്കുന്നോ, എന്റെ അടുത്ത് ഇങ്ങനെ വെറുതെ സംസാരിച്ച് സമയം കളയാനൊന്നും നേരമില്ല, എന്താന്ന് വെച്ചാൽ വേഗം പറഞ്ഞിട്ട് വെക്കെന്ന് പറയാണ്. അല്ല നിങ്ങളെന്താ ഈ പറയുന്നത്, ഞാൻ ആശയാണ്, ഞാൻ എന്റെ വീട്ടിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, എന്നിട്ട് എന്നോട് ഞാൻ ആരാണെന്ന് ചോദിക്കുകയാണോ. അപ്പൊ അൻകുഷ് മനസ്സിലായത് കാലിന്തിയുടെ മോളാണത്. അപ്പൊ അൻകുഷ് പറയും, ഓ എന്ത് സോളിഡ് സൗണ്ടാണ്, നീ ആയിരുന്നോ എന്ന് പറയാണ്.
അപ്പൊ ആശയ്ക്ക് ദേഷ്യം പിടിച്ച് ആശ ഓരോന്ന് പറയാൻ നിൽക്കുമ്പോൾ മതി ഇപ്പൊ തന്നെ എന്റെ ചെവി ഓരോന്ന് കേട്ട് പൊട്ടിയിരിക്കേ, നീയും കൂടി ഓരോന്ന് പറയാൻ എന്റെ ചെവി കേടാക്കല്ലെന്ന് പറയാണ്. അപ്പൊ ആശ പറയാം എന്റെ അച്ഛൻ എവിടെ, അച്ഛന് ഫോൺ കൊടുക്കുക, ഞാൻ അച്ഛനാണ് വിളിച്ചതെന്ന് പറയും. അപ്പോഴാണ് അങ്കുഷ് പറയാം നിന്റെ അച്ഛൻ ഇപ്പൊ വീട്ടിലില്ലാന്ന്. അപ്പോഴാണ് കാലിന്തിക്കും അർജുനും മനസ്സിലാവുന്നത് വിളിച്ചിരിക്കുന്നത് ആശയാണെന്ന്. അപ്പൊ അവരാകെ ഷോക്കായി തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഒരു ചെറിയ നിമിഷത്തേക്ക് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും ഒന്ന് മാറ്റി വെക്കണേ. അപ്പോഴാണ് കാലിന്തി ഓടി വന്ന് അൻകുഷിന്റെ അടുത്ത് ഫോൺ വാങ്ങുകയാണ്. എന്നിട്ട് പറയാണ് ആശയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശയോട് പിന്നെ ഫോണിൽ സംസാരിക്കുകയാണ്. അങ്ങനെ കാലിന്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആശ ചോദിക്കുകയാണ്, അല്ലമ്മേ ആരെ നേരത്തെ ഫോൺ എടുത്ത പയ്യൻ എന്തൊക്കെയാ അവൻ പറയുന്നത്? ഇപ്പൊ കാലിന്തി പറയാം അത് പണിക്കാരായിരിക്കും മോളെ, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അല്ല മോളെന്തിനാ വിളിച്ചത്? ഞാൻ അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഈ സ്ഥലത്തിനെ കുറിച്ച് ചോദിക്കാൻ. മോളെ അച്ഛൻ എന്തായാലും ഇവിടെ ഇല്ല, അച്ഛൻ വരുമ്പോൾ ഞാൻ വിളിക്കാൻ പറയാന്ന് പറഞ്ഞിട്ട് കാലിന്തി ഫോൺ കട്ട് ചെയ്യാണ്. അപ്പൊ അൻകുഷ് പറയും എന്തൊക്കെയാ പൂജ ചെയ്ത് നടന്നിട്ട് എന്താ കാര്യം, എത്ര വൃത്തിയായിട്ടാണെന്നാണോ അറിയുന്നത് അറിയോ? ഇതിപ്പോ ഞാൻ വല്ലതാണ് ഈ നാണോ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്തൊക്കെയാ കേൾക്കേണ്ടെന്ന് നിങ്ങൾ വായന്ന് എന്തായാലും നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് അൻകുഷ് നടന്നു പോവാണ്. കാലിന്തി ഒന്നും മൈൻഡ് ചെയ്തില്ല. കാലിന്തിക്ക് എന്താണെന്ന് വെച്ചാൽ ആശയുടെ ജീവിതം ഇപ്പോഴാണ് ഒന്ന് സന്തോഷമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ആശ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അജു സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആശയാണ്. ആശയുടെ ഡ്രൈവറാണെങ്കിൽ ആശ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അപ്പോൾ ആശയാണെങ്കിൽ അശോകിനെ വിളിച്ചു നോക്കും, പക്ഷേ അശോകിൻ്റെ ഫോണൊന്നും എടുക്കില്ല. അങ്ങനെ ഒരുപാട് വണ്ടിക്ക് കൈ കാണിച്ച് നോക്കുമ്പോൾ ഒരു വണ്ടി നിർത്തും. അങ്ങനെ അവരുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അത് അശോകായിരിക്കും. അശോക് ഓടുന്ന് ചോദിക്കും, അല്ല നിനക്കെന്താ പറ്റിയത്, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അപ്പോൾ ആശ പറയും ഞാൻ ഇവിടെ സ്ഥലം നോക്കാൻ വന്നത്, അല്ല നിങ്ങളെന്താ ഇവിടെ? അപ്പോൾ അശോകും പറയും ഞാൻ സ്ഥലം നോക്കാൻ വേണ്ടി വന്നതാണ്, നീ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അശോക് പറയുമ്പോൾ ആശ പറയും അല്ല എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാമെന്ന് പറയും. അപ്പോൾ അശോക് പറയും എന്നാൽ നീ എൻ്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അശോക് വണ്ടിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആശ പറയും അങ്ങനെ പോയല്ലോ, ഞാനും ഉണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറയും. അപ്പം അശോക് പറയും എന്നാൽ നിന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നീ റിക്വസ്റ്റ് ചെയ്യണം പറയും. അങ്ങനെ ആശ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അശോക് പറയും അത് പറ്റില്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കുറച്ച് സ്നേഹത്തോടെ പറയണമെന്ന് പറയും. അങ്ങനെ അശോക് സമ്മതിക്കുമ്പോൾ ആശ കാറിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ അശോക് കേൾക്കുന്നതിനൊക്കെ എന്താടി ശരിക്ക് വട്ടായോ? അപ്പൊ ആശ പറയും എനിക്ക് അറിയില്ല അശോക്, നിങ്ങളെ കാണുമ്പോൾ ഒക്കെ ഞാൻ ഒരുമാതിരി പെരുമാറാണ്, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ആകെ വട്ടാവും എന്ന് പറയാണ്. അങ്ങനെ അശോക് ആണെങ്കിൽ ഇവള് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് AC ഇടുകയാണ്. അപ്പം ആശ പറയും വേണ്ട അശോക് AC ഇടണ്ട, ഞാൻ ആകെ മരവിച്ച് പോയിരിക്കുകയെന്ന് പറയും. അപ്പം അശോക് ആണെങ്കിൽ വീണ്ടും AC ഇടും. അപ്പം ആശ പിന്നെ AC ഓഫാക്കും. ആശ ആകെ നന്ദിയിരിക്കുന്നതുകൊണ്ട് തന്നെ അശോക് കാറിനൊരു തോർത്തെടുത്തുകൊണ്ട് ആശയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആശ അത് വെച്ചിട്ട് മുടിയെല്ലാം തോത്തി ഉണക്കുകയാണ്. പിന്നീട് സോജ അഞ്ജലിയെ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോഴായിരിക്കും അഞ്ജലി പറയുന്നത് ഇല്ല ഞാനിപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത്, എനിക്കിപ്പോൾ കഴിക്കാനും തോന്നുന്നില്ല, ആശ ഇപ്പോൾ എവിടെ ആയിരിക്കും? അപ്പോൾ സോജ പറയില്ല അമ്മ ആശ വരാനിരിക്കുകയായിരിക്കും എന്ന്. അപ്പം അഞ്ജലി പറയും നിനക്കറിയാം എന്നെ ആശ വീഡിയോ കോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ സോജ ആണെങ്കിൽ സോജയുടെ ഫോൺ കൊടുത്തോണ്ട് പറയും വാ എന്നാൽ നമുക്കിതിന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഭരതേട്ടൻ ഇതുപോലെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് സോജയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അഞ്ജലി സോജയെ ഇങ്ങനെ സമാധാനിപ്പിക്കും. അപ്പോൾ ആശ ആണെങ്കിൽ ഫോൺ റിങ് ചെയ്യുന്ന കണ്ടിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇവർ വീഡിയോ കോൾ ചെയ്യായിരിക്കും. അപ്പോൾ ആശ പറയും നിങ്ങൾ വീഡിയോ കോൾ ചെയ്യാനൊക്കെ പഠിച്ചല്ലേ, എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുകയായിരിക്കും. അപ്പോൾ അഞ്ജലി പറയാം അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നീ ഇപ്പോൾ എവിടെയാണ്, നീ എന്താ വീട്ടിൽ വരാത്തതെന്നൊക്കെ പറയും. അപ്പോൾ ആശ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് പറയും ഞാനിപ്പോൾ ഒരു സുന്ദരനായ ആളുടെ കൂടെ വണ്ടിയിലിരിക്കുകയാണെന്ന് പറയും. അപ്പം അഞ്ജലി പറയും അല്ല അതാരാ? അങ്ങനെ നിങ്ങൾക്കത് കാണണമെന്ന് വെച്ചിട്ട് അശോകൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഫോൺ തിരിക്കുകയാണ്. ഇതാണ് ആളെന്ന് പറയും. അപ്പം അഞ്ജലി സോജ അവിടെ എന്താ ചിരിക്കുകയാണ്. എന്തായാലും നേരത്തെ വീട്ടിലെത്താൻ നോക്കണം എന്ന് പറയാണ്. അപ്പോൾ ആശ പറയും അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വണ്ടി ഓടിക്കുന്ന ആളോട് വേണം പറയാമെന്ന് പറഞ്ഞ് അശോകനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അശോകാണെങ്കിൽ പെട്ടെന്ന് ആശയുടെ ഫോൺ വാങ്ങി ഫോൺ ഓഫ് ചെയ്യാണ്. അപ്പോൾ ആശ എന്നത് എൻ്റെ ഫോണല്ലോ, നിങ്ങൾ എന്തിനാ എൻ്റെ ഫോണെടുത്ത് ഓഫ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. പിന്നെയാണ് ആശയ്ക്ക് ഓർമ്മ വരുന്നത് അയ്യോ എനിക്ക് തണുക്കുന്നുണ്ടായിരുന്നു, ഞാനത് മറന്നു പോയി പറഞ്ഞിട്ട് സാരി എടുത്ത് ഇങ്ങനെ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അശോക് പറയും നിനക്ക് അത്ര തണുക്കുന്നുണ്ടെങ്കിൽ കാറിൻ്റെ പറകിൽ പുതപ്പുണ്ട് അതെടുത്ത് പൊതച്ചോന്ന് പറയും. അപ്പോൾ ആശ വീണ്ടും ഇങ്ങനെ ഓരോ ദേഷ്യം പിടിച്ച് പറയുമ്പോൾ അശോക് പറയാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അശോകയെ വണ്ടി തടന്ന് പോവാണ്. പിന്നീട് അൻകുഷ് ഇങ്ങനെ ആശ വിളിച്ചത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ കൊണ്ടൊരു ഉപകാരമുണ്ട്, ഈ ആശയുടെ പേരും വെച്ച് കാലിന്തിയെ കുറച്ച് പേടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അടിയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അടിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരു ഗിഫ്റ്റ് ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലിന്തി ചോദിക്കും ഈ ഗിഫ്റ്റ് ആർക്കാന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? അപ്പം അവൻ പറയും ഇല്ല അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ചോദിച്ചോ, എന്തായാലും നിങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാൾക്ക് തന്നെയാണ്, എൻ്റെ പ്രിയ സഹോദരി ആസ്റ്റുവിന് വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ കാലിന്തി അതോ ഷോക്കായി പറയുകയാണ് അല്ല എന്തിനാ അവൾക്ക് കൊടുക്കുന്നത്, അവൾക്ക് ഈ കാര്യമൊന്നും അറിയില്ല, നിന്നെക്കുറിച്ചൊന്നും അവൾക്ക് അറിയില്ല എന്ന് പറയും. അപ്പോൾ അൻകുഷ് പറയും അതുകൊണ്ടല്ലേ കൊടുക്കുന്നത്, അവൾ കൂടി അറിയട്ടെ അവളുടെ അമ്മയുടെ യഥാർത്ഥ തനി രൂപം, പിന്നെ അവൾക്ക് ഒരുപാട് സന്തോഷമാവും, നിങ്ങൾ എന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചിരുന്നില്ലേ അതുപോലെ തന്നെ അവൾ സന്തോഷിക്കട്ടെ, അവൾക്കൊരു മൂത്ത ചേട്ടൻ എന്ന കാര്യം അവൾ അറിയട്ടെ.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ വീട്ടിൽ പോയി ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അൻകുഷ് മേലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോഴാണ് ഞാൻ കാലം നീ എങ്ങോട്ടും പോയില്ലെന്ന് പറഞ്ഞിട്ട് അൻകുഷിൻ്റെ പിന്നാലെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സോജനെ അഞ്ജലയാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ അശോകിൻ്റെയും കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ സോജൻ പറയും, അതെ സത്യം പറഞ്ഞാൽ ആശ എന്ത് ഭാഗ്യവതിയാണ്, അവൾക്ക് അശോകിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടില്ലേ, അവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അശോകിൻ്റെ കണ്ണിന് അവരോടുള്ള സ്നേഹം ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം കേട്ട് നിരഞ്ജന ഇങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കാലിൻ്റെ മേലേക്ക് വന്നിട്ട് അൻകുഷിനെ തടയാണ്, നീ എങ്ങോട്ടും പോകുന്നില്ല, ആശയ്ക്കൊരു കാര്യം അറിയില്ല, വെറുതെ അവളെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ അൻകുഷ് പറയാം, നിങ്ങൾ അതിനെ എത്ര ടെൻഷൻ ആവേണ്ട ആവശ്യം, ഞാനൊരു നല്ല കാര്യമല്ലേ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ മകനും മകളും കൂടി കണ്ടുമുട്ടാൻ പോവാണ്, അത് എന്തൊരു വലിയ മഹാസംഘമാണ് ഇപ്പം നടക്കാൻ പോകുന്നതെന്ന് അറിയാം, നിങ്ങൾ എന്തെങ്കിലും വിഷമിച്ച് നടക്കുന്നത്, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നീ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറയാൻ. അപ്പോൾ അൻകുഷ് പറയും, നിങ്ങളൊന്നും അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ പേരിൽ പ്രോപ്പർട്ടി ആയി തന്നാൽ മതി, അപ്പോൾ എല്ലാ പ്രശ്നവും തീരുന്നു പറയാം. നീ എൻ്റെ മോളുടെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്താനൊന്നും നോക്കണ്ട, പിന്നെ നിൻ്റെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ട് പേടിച്ച് പോകുന്ന ഒരാളൊന്നല്ല ഞാൻ, നിൻ്റെ വ്യവസ്ഥകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ട് നിനക്ക് ആ സ്ഥലം കിട്ടാൻ പോകുന്നുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അൻകുഷും പറയും, ഓ അങ്ങനെയാണോ, നിങ്ങൾ വലിയ നല്ലതാണെന്നല്ലേ പറയുന്നത്, നിങ്ങൾ അത്ര നല്ലതാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ആ പ്രോപ്പർട്ടി എഴുതിക്കൊണ്ടാ, എന്തായാലും ഇപ്പോൾ ഇത്ര പ്രശ്നം, ഞാൻ എൻ്റെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, എന്തായാലും ഇപ്പോൾ ഞാനും ചെയ്യുന്നില്ല, നിങ്ങൾ എനിക്ക് പ്രോപ്പർട്ടി എഴുതി തരണോ വേണ്ടതെന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്, ഏതായാലും നിങ്ങൾ ഗിഫ്റ്റ് പിടിച്ചോ, ഇതിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അൻകുഷ് അറിഞ്ഞ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ആശിനെ അശോകിനെയാണ്. അവരുടെ വണ്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോഴാണ് അശോകിനെ നിരഞ്ജൻ വിളിക്കുന്നത്. നിരഞ്ജൻ ഇങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോൾ നീ എവിടെ എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അശോക് പറയും, എനിക്കറിയില്ല അച്ഛാ, എവിടെയെന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ വന്ന സ്ഥലത്ത് കുടുങ്ങിപ്പോയതാണ്, ഇവിടെയാണെങ്കിൽ ആരെയും കാണാനുമില്ല, എന്തായാലും വരുന്ന വഴിയിൽ ആശയെ കണ്ടാൽ നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ അവൾ എങ്ങനെ വീട്ടിലെത്തിയേനെന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോഴാണ് നിരഞ്ജന് മനസ്സിലാകുന്ന അവർ രണ്ടുപേരും ഒരുമിച്ചാണ്. എന്നിട്ട് നിരഞ്ജന ഇങ്ങനെ ടെൻഷനായി നിൽക്കുകയാണ്. അപ്പം നിരഞ്ജന ഞാൻ സംസാരിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ആശയുടെ സൗണ്ട് ഫോണിലൂടെ കേൾക്കുകയാണ്. ഓ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, അന്നിങ്ങോട്ട് വന്ന അശോക്, എന്ത് മനോഹരമാണ് ഇവിടെ എന്ന് പറയുന്നത് കേൾക്കുകയാണ്. അപ്പം നിരഞ്ജൻ പറയും, അല്ല അശോക്, നിനക്ക് നാളെ പ്രസൻറ്റേഷൻ ഉള്ളതല്ലേ, നിനക്ക് നേരത്തെ എത്തിയാലുള്ളതൊക്കെ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അശോക് പറയും, അതേ അച്ഛൻ എനിക്കറിയാം, എന്തായാലും ഇന്ന് വരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, മിക്കവാറും നാളെ ആവും എന്നിങ്ങനെ പറയാണ്. അപ്പം ആണെങ്കിൽ ആശ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അശോക്, നിങ്ങൾ ആരുടെ ഫോൺ വിളിക്കുന്നത്, അതൊക്കെ ഒന്ന് വെച്ച് ഇങ്ങോട്ട് വന്നേ, എന്ന് വന്ന് നോക്കി, ഇവിടെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ, ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഇതൊക്കെ അനുഭവിക്കേണ്ടതല്ലേ ഇങ്ങനെ പറയും. അപ്പോഴാണ് ഈ നിരഞ്ജൻ ദേഷ്യം എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ അശോക് സംസാരിക്കാൻ നോക്കുമ്പോൾ അച്ഛൻ കട്ട് ചെയ്ത കാര്യം മനസ്സിലാവും. അപ്പോൾ അശോകിന് ദേഷ്യം വന്നിട്ട് ആശയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ പെട്ടെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഈ സ്ഥലം അത്ര റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് പറയും. അപ്പോൾ ആശ പറയും, അതിന് ഞാൻ അങ്ങനെ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്താ നിങ്ങൾക്ക് ഇനി അങ്ങനെ തോന്നിയോ എന്ന് പറഞ്ഞിട്ട് അശോകൻ്റെ അടുത്തേക്ക് വരികയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കായന്തിയാണ്. കായന്തി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അൻകുഷിനെ. അപ്പോൾ ആശയുടെ അച്ഛൻ വന്നിട്ട് പറയാണ്, അല്ല ഇപ്പോൾ 12 മണിയായി, ഇനി നീ ഇങ്ങനെ കാത്തിരുന്നാൽ ഇങ്ങനെ ശരിയാവും, നീ പോയി ഇറങ്ങിക്കോ, അൻകുഷ് എഴുതുമ്പോൾ ഞാൻ വന്ന് വാതിൽ തുറന്നാവാന്ന് പറയണം. അപ്പോഴാണ് അവിടെ ബെല്ലടിക്കുന്നത്. അപ്പോൾ ആശയുടെ അച്ഛൻ പറയാം, അവ വന്നു, ഞാൻ തുറന്നു നോക്കാമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമായിരിക്കും. അപ്പോഴാണെങ്കിൽ കായന്തി തടയാണ്, ഇപ്പോൾ പോയി തുറക്കണ്ടെന്ന് പറയാണ്. നീ എന്തിനെങ്ങനെ വാശി കാണിക്കുന്നത്, വാതിൽ നടത്താൻ എന്താ കുഴപ്പമാണ്, ഉള്ളിലേക്ക് കയറിക്കോട്ടെ എന്ന് പറയാണ്. അപ്പോഴാണെങ്കിൽ അൻകുഷിനെ പുറത്തുനിന്ന് ഇങ്ങനെ തിരുതരാന്ന് ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഇങ്ങനെ കാലന്തി നടക്കി വിളിക്കുന്നുണ്ട്. അപ്പോൾ കാലന്തി പറയും, ഇല്ല എന്തൊക്കെ ചെയ്താലും ചേട്ടൻ ഇനി വാതിൽ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജനൽ വഴി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, കണ്ടോ അവന് കള്ളു കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഈ പാതിരാത്രി കള്ളു കുടിച്ച് കൂത്താടി വന്ന് വാതിൽ തുറന്ന് ഉള്ളിലേക്കൊന്നും ഞാൻ കയറ്റില്ല, ഇപ്പൊ തുറന്നെടുത്താൽ പിന്നെ അവനത് ശീലമാക്കുമെന്ന് പറയാണ്. അപ്പൊ ആശയുടെ അച്ഛൻ പറയും, നീ അവനെ നോക്കുക, അവൻ ഈ രാത്രി മൊത്തം അങ്ങനെ അവിടെ നിൽക്കുക, അവനാകെ തണുക്കുന്നുണ്ട്, അവൻ ഉള്ളിലേക്ക് കഴിച്ചാൽ എന്തെങ്കിലും അസുഖം വരുമെന്ന് പറയണം. അപ്പോൾ കാലന്തിയാണെങ്കിൽ ഒരേ വാശിയിലാണ്, ഇല്ല എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അവന് കുറച്ച് നേരത്തെ വന്നാൽ എന്താ ഇങ്ങനെ കള്ളു കുടിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറയാണ്. അപ്പോഴാണ് അൻകുഷ് ആ ജനൽ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. അപ്പം അൻകുഷ് ജനലിൻ്റെ ഒന്ന് പറയാണ്, ആ കാലന്തി നീ ഇവിടെ നിന്ന് എന്ത് കളിക്കുകയാണോ, നീ പോയി വാതിൽ തുറക്കുക, എനിക്ക് ഉള്ളിൽ കയറണം എന്ന് പറയാണ്. അപ്പോഴാണ് കാലന്തി പറയാം, അല്ല നീ എന്തിനാ ഇങ്ങനെ കള്ളു കുടിച്ച് ഇങ്ങോട്ട് കയറുക, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പം അൻകുഷ് പറയും, ഞാൻ ഇങ്ങനെ കള്ളുടിയനാവാതിരിക്കും, എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ അച്ഛനെ ഒഴിവാക്കി വേറെ സ്ഥലത്തേക്ക് പോയി, അപ്പം പിന്നെ എൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെയൊക്കെ ആവില്ലേ, പോയി വാതിൽ തുറക്കുമെന്ന് പറയാണ്. കാലന്തി ആണെങ്കിൽ ഒരേ വാശിയിൽ നിൽക്കുകയാണ്. അശ്വര അച്ഛനാണെങ്കിൽ കുറേ പറയുന്നുണ്ട് വാതിൽ തുറക്കാനായിട്ട്, പക്ഷേ കാലന്തി സമ്മതിക്കുന്നില്ല, കാലന്തി വാതിൽ തുറക്കുന്നുമില്ല. അപ്പോഴാണെങ്കിൽ അൻകുഷ് പറയാം, മര്യാദക്ക് തുറന്നോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ല, ഞാൻ ഈ വാതിൽ തല്ലി പൊളിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ കാലന്തി പറയണത്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എന്താ ഞാൻ ഈ വാതിൽ തുറക്കാൻ പോകുന്നില്ല എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന നിരഞ്ജനാണ്. നിരഞ്ജന ആകെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ അശോകിനെ ആശ അകലാൻ നോക്കുന്നത്, അപ്പോൾ ഈ ആശയാണെങ്കിൽ ഓരോ തന്ത്രം മെനഞ്ഞെടുത്ത് എങ്ങനെയെങ്കിലും അശോകിനെ വളച്ചെടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അതോടുകൂടി നമ്മുടെ 325ാമത്തെ എപ്പിസോഡ് കഴിയാണ്. അങ്ങനെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ 2 എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 324ാമത്തെയും 325ാമത്തെയും.
നിങ്ങൾക്ക് 2 എപ്പിസോഡ് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് കഴിയുന്നത്ര ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് വരാൻ പോവാണ്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് നമ്മൾ ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡിൽ ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.